അപ്പോൾ നമുക്കിന്നൊരു ഇറച്ചിച്ചോറ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ സവോള കട്ട് ചെയ്തത്, തക്കാളി കട്ട് ചെയ്തത്, പച്ചമുളക് കട്ട് ചെയ്തത്, കറിവേപ്പില, പിന്നെ അതേപോലെ ബീഫും, ഇതിലേക്ക് മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് ഞരടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു അരമണിക്കൂർ ഒരു 5-8 വിസിൽ അടിച്ചെടുക്കുക. അതിനുശേഷം വെന്ത് കഴിഞ്ഞ ശേഷം നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് ഓയിലും നെയ്യും ചേർത്ത് കൊടുക്കുക. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകങ്ങളും ഉള്ളിയും കറിവേപ്പിലയും പുതിനയിലയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള നമ്മുടെ ബീഫിൻ്റെ കറിയും ചേർത്തിട്ട് ആവശ്യത്തിന് റൈസ് വേവാനായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് ഒരു കഷ്ണം ചെറുനാരങ്ങയും കൂടി ചേർത്ത് കുറച്ച് കുരുമുളകും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ജീരകശാല അരിയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡിയായി കിട്ടുന്നതാണ്. നല്ല അടിപൊളി ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.